മിഡ് സൈസ് SUV എന്ന് പറയുന്ന ആ ഒരു വാഹന നിരയെ ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആക്കിയതിൽ സുപ്രധാന പങ്കുവഹിച്ച ഒരു മോഡലാണ് റെനോയുടെ ഡസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു വാഹനം. നമ്മളെല്ലാവരും ഒത്തിരി കൊതിയോടെ നോക്കി നിന്നിട്ടുള്ളൊരു വാഹനമാണ്. കാരണം നമുക്കറിയാം അതിൻ്റെ ഒരു സ്റ്റൈല്, ആ വാഹനത്തിൻ്റെ ഒരു തലയെടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ എന്തുകൊണ്ടോ 2012 എത്തിയ ഒരു വാഹനം 2022 ആയതോടുകൂടി നിരത്തൊഴിയേണ്ടി വന്നു, അല്ലെങ്കിൽ നിരത്തൊഴിയാൻ നിർബന്ധിതരായി. പക്ഷേ ആ ഒരു നിരത്തൊഴിൽ എന്നേക്കുമായിട്ടുള്ളതായിരുന്നില്ല. അവരുടെ എല്ലാ പ്രൗഢിയോടും കൂടി വീണ്ടും ഇന്ത്യൻ നിരത്തുകളിൽ തിരിച്ചെത്തുകയാണ്. 2026 ശരിക്കും പുനർജനിക്കുന്ന വർഷമായിട്ടാണ് അവർ തന്നെ വിശേഷിപ്പിക്കുന്നത്. അവർ തിരിച്ചു കൊണ്ടുവന്ന ഡസ്റ്റർ ഈസ് ബാക്ക് എന്നൊരു എന്താ പറയുക, ആ ഒരു ക്യാച്ച് വേർഡോടുകൂടി അവരുടെ ആ ഒരു ഐക്കണിക് മോഡലായ റെനോ ഡസ്റ്റർ ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ കയ്യിൽ ഈ കാണുന്ന വാഹനമാണ് റെനോ ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ള പുതിയ ഡസ്റ്റർ. ശരിക്കും നമുക്കറിയാം ഈ വാഹനം റെനോയുടെ ഡസ്റ്ററിൻ്റെ ശ്രേണിയിലെ 3ാം തലമുറ മോഡലാണ്. അതായത് 2023 തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെത്തിയ വാഹനം ഇപ്പം അതായത് ഈ 3ാം തലമുറയിൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പം എന്തൊക്കെ സവിശേഷതകളായിട്ടാണ് ഡസ്റ്റർ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കി പോകുന്നത് ഇതിൻ്റെ ഡിസൈനാണ്. അതിനുശേഷം നമുക്ക് വാഹനം സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഡിസൈനിലേക്ക് പോകാം. ഡിസൈനിൽ വലിയൊരു അഴിച്ചുപണിയാണ് ഡസ്റ്ററിൻ്റെ ഈ ഒരു വരവിൽ വരുത്തിയിരിക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ ഒരു ആദ്യ കാഴ്ച തന്നെ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഈ വാഹനത്തിൻ്റെ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനാണ്. മുൻ മോഡൽ നമ്മൾ കണ്ടിരുന്ന ഒരു ഹാലജൻ അല്ലെങ്കിൽ വേറൊരു സ്റ്റൈല് ഉള്ള ഒരു ഡിസൈനിലായിരുന്നെങ്കിൽ പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ഈ ഒരു തലമുറ ആവശ്യപ്പെടുന്ന എല്ലാ ഡിസൈൻ സവിശേഷതകളും നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. കംപ്ലീറ്റ്ലി LED യൂണിറ്റ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതിന് ചേരുന്ന രീതിയിൽ ഏതാണ്ട് ഒരു ഐബ്രോ ഒക്കെ പോലെ ഒരു DRL ലൈറ്റും കൊടുത്തിട്ട് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ യൂണിറ്റ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു വരവിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ ഒരു ബ്രാൻഡ് ആകുന്നു എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഗ്രില്ലിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഡസ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയ അക്ഷരത്തിൽ അവർ പതിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു ഡസ്റ്റർ എന്ന് പറഞ്ഞ പേര് തന്നെ റെനോ ഒരു ബ്രാൻഡാക്കി ഡെവലപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ചെറിയ തോതിൽ എന്ന് പറയുന്ന ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്ത ഗ്രില്ല് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു 360 വ്യൂ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ എയർ ഇൻടേക്കും കാര്യങ്ങളൊക്കെ ഫൈബറിലാണ് വന്നിരിക്കുന്നത്. അവിടെ സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ ആ ഒരു സ്കിഡ് പ്ലേറ്റ് ഒക്കെ കൊടുത്ത് ശരിക്കും എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു ഓഫ് റോഡ് വാഹനത്തിൻ്റെ അല്ലെ ആ ഒരു SUVയുടെ എല്ലാ ഭാവങ്ങളും നമുക്ക് ഈ ഒരു ഏരിയയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു എയർ കട്ടിൻ്റെ ഡിസൈനൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഏറ്റവും താഴോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു LED ഫോഗ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. ബോണറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ശരിക്കും ആ ഒരു വാഹനത്തിൻ്റെ ഉറപ്പ് ശരിക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ആ ഒരു ഏരിയയുടെ ഡിസൈൻ മൊത്തത്തിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇനി അതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം ഈ ഒരു സൈഡ് പ്രൊഫൈൽ നമ്മൾ ടയറിൽ നിന്ന് തുടങ്ങണം. ശരിക്കും റീഡിസൈൻഡ് ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ്, അതായത് ഡയമണ്ട് കട്ട് ഡുവൽ ടോൺ നിറത്തിൽ വന്നിട്ടുള്ള അലോയ് വീൽസ് ആണ് ഇതിൽ കൊടുത്തിട്ട് 18 ഇഞ്ചാണ് അതിൻ്റെ വലിപ്പം. അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീൽ ആർച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീൽ ആർച്ചും ശരിക്കും റീഡിസൈൻഡ് ആണ്, ഫൈബറിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡിസൈനിൽ വലിയൊരു അഴിച്ചുപണി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡസ്റ്റർ ഐക്കോണിക്കിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും അതൊരു അവരുടെ ഒരു വേരിയൻ നെയിമാണ്. നമ്മൾ ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ 360 വ്യൂവിൻ്റെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു റിയർ വ്യൂ മിററും കാണാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് ശരിക്കും അഡാസിൻ്റെ ലെവൽ 2 അഡാസ് സംവിധാനം വരുന്നുണ്ട്. അതിൻ്റെ ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ അവിടെ കാണാൻ വേണ്ടി പറ്റും. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയൊക്കെയോ മുൻ തലമുറ ഡസ്റ്ററുമായിട്ട് ഒരു സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കാര്യമായ ഒരു അഴിച്ചുപണിയും നമുക്കിവിടെ എന്താ പറയുക ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് യൂസബിൾ ആയിട്ടുള്ളൊരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷിങ്ങിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഹിഡൻ ആയിട്ടാണ് ഡോർ ഹാൻഡിൽ കൊടുത്ത് നമ്മൾ പല വാഹനങ്ങളിലും കണ്ടിട്ടുണ്ട്. ഈ ഒരു പില്ലറിലേക്ക് ഡോർ ഹാൻഡിൽ വന്നിരിക്കുന്നു. ബ്ലാക്ക് ഫിനിഷിങ്ങിൽ തന്നെയാണ് ആ പില്ലറുകൾ എല്ലാം വന്നിട്ടുള്ളത്. റിയറിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ബാക്കിലത്തെ ടയർ പറയുമ്പം ബാക്കിലും ആ ഒരു ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 4 ഡിസ്ക് ബ്രേക്സ് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ഇതിൻ്റെ ഈ ഒരു ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്ലാഡിങ്ങിൽ തന്നെ ഐക്കോണിക് എന്ന് പറഞ്ഞാൽ ഒരു ബാഡ്ജിങ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്ത് ആ ഒരു ഏരിയ വളരെ സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പുറകിലും എന്താ പറയുക വലിയൊരു അഴിച്ചുപണി നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും അതിൻ്റെ എന്താ പറയുന്ന ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് തന്നെയാണ്. ശരിക്കും നമുക്ക് ഇൻ്റർനാഷണൽ മോഡലിൽ ഈ ഒരു സാധനം മിസ്സിംഗ് ആണ്. അത് ഇന്ത്യയിലെ എന്താ പറയുക ഇന്ത്യൻ വാഹനങ്ങൾക്കാർ ഇന്ത്യൻ സ്പെക്കിന് വേണ്ടി മാത്രമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു LED യൂണിറ്റ് എന്താ പറയുക ടെയിൽ ലാമ്പിൻ്റെ LED യൂണിറ്റ്, അതുപോലെ ഇവിടെ നമുക്ക് ആ റിവേഴ്സ് ലൈറ്റ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. മുമ്പിൽ നമ്മൾ വലിയൊരു ഡസ്റ്റർ ബാഡ്ജിങ് കണ്ടിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോഴത്തേക്ക് താരതമ്യേന വലിപ്പം കുറഞ്ഞ് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇതിൻ്റെ ഒരു എഞ്ചിൻ ഇത് കാണാൻ വേണ്ടി പറ്റും. കാരണം 160 അതിൻ്റെ ഒരു പവർ വരുന്നുണ്ട്. അതുപോലെ ടർബോ എന്ന് പറഞ്ഞ ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു
ബമ്പറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഒരു പ്രത്യേക ഡിസൈനൊക്കെ കൊടുത്ത് ഇവിടെ ഫൈബർ എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളെ ബൂട്ടിൽ നിന്ന് ഈ സാധനം എടുക്കും എന്താ പറയുക വെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു നമുക്ക് സ്ക്രാച്ചും പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ബമ്പറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കംപ്ലീറ്റ്ലി ഫൈബറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഡിസൈനും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു ബൂട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. വലിയ വിശാലമായ സ്റ്റോറേജ് സ്പേസ് അല്ലെ ബൂട്ട് സ്പേസ് അത് ഡസ്റ്ററിൻ്റെ മുൻ മോഡലിലും അവർ ആ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ കുറവൊന്നും വരത്തില്ല. 700 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ ബൂട്ടിൽ അവർ കൊണ്ടുവന്നിട്ട് ആ ഒരു ബൂട്ടിൽ നമുക്കൊരു ലൈറ്റ് കാണാൻ വേണ്ടി പറ്റും. ഒരു പാസ് ഫിൽറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 60/40 നമുക്ക് മടക്കാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു സീറ്റ് മടക്കി നമുക്ക് വീണ്ടും ആ ഒരു സ്റ്റോറേജ് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് വൺ ടച്ചിൽ തന്നെ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് ഡസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ വന്നിട്ടുള്ള സവിശേഷതകൾ അല്ലെ എക്സ്റ്റീരിയർ വന്നിട്ടുള്ള മാറ്റങ്ങളും പുതുമകളൊക്കെ. ഡസ്റ്ററിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ഒരു ഇതുവരെ 2022 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു വാഹനത്തിന് ഇൻറ്റീരിയർ കയറുന്ന ഒരു ഫീലേ അല്ല. കംപ്ലീറ്റ്ലി എന്താ പറയുക റീഡിസൈൻഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഈ വാഹനത്തിൽ വന്നിട്ട് ശരിക്കും നമുക്കൊരു പ്രീമിയം വാഹനത്തിൽ കയറുന്ന ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഒരു കോക്പിറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ ഡിസൈനിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ഒരു കോക്പിറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം എടുത്ത് പറയേണ്ട ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 10.1 ഇഞ്ച് സൈസുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൽ വന്നിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. നേരത്തെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറയുക നമുക്കൊരു ഡി കട്ട് ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷനാണ്. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അഡാസ് ഉൾപ്പെടെയുള്ള ആ ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള കീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് നമ്മുടെ ആ ഒരു വോയിസ് കമാൻഡ് ഉൾപ്പെടെ നമ്മുടെ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിനുള്ള സ്വിച്ചസ് നമുക്ക് ഈ സൈഡ് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷിഫ്റ്റ് സെലക്ടർ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ ഒരു പ്രീമിയം ഫീൽ നമ്മൾ പറഞ്ഞു. ആ ഒരു പ്രീമിയം ഫീൽ ഒന്നും കൂടെ എലിവേറ്റ് ചെയ്യാൻ ഈ ഒരു എലമെൻറ്റ് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ഇവിടെ ഉണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരു വയർലെസ് ചാർജിങ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഏരിയ ആംറസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ലെതർ റാപ്പ് ചെയ്തിട്ട് അതുപോലെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ലേഔട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് ശരിക്കും കുറച്ച് ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് എലമെൻ്റ് ആണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കാർബൺ ഫൈബറൊക്കെ കൊടുത്ത് കുറച്ച് സ്റ്റൈലിഷ് ആയിക്കൊണ്ടുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ ലെതർ അതുപോലെ ആ ഒരു ഇവരുടെ ഒരു ഐക്കോണിക് ആ ഒരു യെല്ലോ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടെ എന്താ പറയുന്നത് ഒരു പ്രീമിയം ലുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്പോർട്സ് കാറിൻ്റെ സീറ്റ് കാണുന്ന ഏതാണ്ട് ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. മുമ്പിലത്തെ 2 സീറ്റും വെന്റിലേറ്റഡ് അതുപോലെ 6 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് മുമ്പിൽ കൊടുത്തിട്ടുള്ളത്. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പനോരമിക് സൺറൂഫ് കാണാൻ വേണ്ടി പറ്റും. നല്ല പ്രീമിയം ഒരു ഡിസൈൻ ശൈലിയിലാണ് ഇത്തവണ ഡസ്റ്ററിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഒന്നാമത്തെ നിരയിലെ സീറ്റ് അല്ലെ ഒന്നാമത്തെ നിരയിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ നോക്കിയിട്ട് വരാം. ഡസ്റ്ററിൻ്റെ സെക്കൻഡ് റോയിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും എന്താ പറയുന്നത് നമ്മൾ ആ ഒരു SUV അല്ലെങ്കിൽ കുറച്ച് ആ ഒരു റെഗഡ് സ്വഭാവമുള്ള SUVയുടെ റിയർ സീറ്റിലാണ് ഇരിക്കുന്നുള്ളൊരു ഫീല് നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം നമുക്ക് ശരിക്കും ആ ഒരു ലക്ഷറി വാഹനത്തിൽ ഇരിക്കുന്ന ഒരു ഫീല് ഈ ഒരു ഡസ്റ്ററിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. കാരണം സീറ്റസൊക്കെ അത്യാവശ്യം നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള നല്ല സപ്പോർട്ടുള്ള ഒരു സൈഡ് ഒക്കെ വരുന്ന നല്ല വൃത്തിയുള്ള സീറ്റുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അതിന് നമുക്ക് ആ സീറ്റിൻ്റെ ആ ഒരു കംഫർട്ടിനേക്കാളും കൂടുതൽ അതിൻ്റെ ഒരു ഡിസൈനും കുറച്ചും കൂടി സ്റ്റൈലിഷായി വന്നിട്ടുണ്ട്. കാരണം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഡുവൽ കളറിൽ യെല്ലോ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ ആ 3 ഹെഡ് റെസ്റ്റ് അതായത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന 3 ഹെഡ് റെസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഇവിടെ നമുക്കൊരു ആംറസ്റ്റ് ഒരു ഗ്ലാസ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയർ സീറ്റ് പാസഞ്ചേഴ്സിനായിട്ട് അത്യാവശ്യം AC വെൻറ്റുകളുണ്ട്. 2 C ടൈപ്പ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക പനോരമിക് സൺറൂഫാണ്. അപ്പോൾ ഇവിടുത്തെ എക്സ്റ്റൻഷൻ വരുന്നുണ്ടെങ്കിൽ പോലും ഹെഡ് റൂമിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലെഗ് റൂം ആണെങ്കിലും എല്ലാം ഒരു റിയർ സീറ്റ് പാസഞ്ചറിൻ്റെ കംഫർട്ടാക്കുന്ന എല്ലാ രീതിയിലും അത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേക സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാലും എന്താ പറയുക നമുക്ക് അതൊട്ടും ലാക്ക് ചെയ്യുന്ന ഒരു ഫീലൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം എന്താ പറയുക നല്ല സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ചോദിക്കും നമുക്ക് എന്താ പറയുക റിയർ സീറ്റ് ശരിക്കും 2 പേർക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള സീറ്റാണ്. കാരണം ഇവിടെ ആ ഒരു സെൻട്രൽ ടണൽ വരുന്നതുകൊണ്ട് തന്നെ 3 പേർക്കുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 2 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും ഇതിൻ്റെ ഒരു 2 എൻജിൻ ഓപ്ഷനുകളിലാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ ഫീച്ചർ സംബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് പുറത്തിറങ്ങി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഫൈനലി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡസ്റ്ററിൻ്റെ മെക്കാനിക്കൽ സ്പെക്സ് ആണ്. കാരണം ഇത്രയും നാൾ നമ്മൾ കണ്ടിരുന്ന ആ ഒരു അല്ല 2022 വരെ ഉണ്ടായിരുന്ന ആ ഒരു ഡസ്റ്റർ അല്ല മൊത്തത്തിൽ പുതിയൊരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വരവിൽ 3 എൻജിൻ ഓപ്ഷനുകളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 1.3 ലിറ്റർ ടർബോ പെട്രോൾ
അതുപോലെ 1 ലിറ്റർ ടർബോ പെട്രോൾ. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു 1.8 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനിലും ഇത്തവണ ഡസ്റ്റർ എത്തുന്നുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ നമുക്ക് പവറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 163 PS പവർ, അതുപോലെ 280 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കുമാണ് ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ട്രാൻസ്മിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിലാണ് ആ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു പവർ കുറഞ്ഞ മോഡലുണ്ട്, അതായത് 1 ലിറ്റർ ടർബോ എഞ്ചിനിലും ഈ ഒരു വാഹനം എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 PS പവർ, അതുപോലെ 160 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ് ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞ ആ ഒരു ഹൈബ്രിഡ് 1.8 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് ദീപാവലിക്കായി കരുതി വെച്ചിട്ടുള്ളൊരു സമ്മാനമാണ് ആ ഒരു ഹൈബ്രിഡ് എഞ്ചിൻ. അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ 109 PS പവർ ആയിരിക്കും എന്നാണ് നമുക്ക് ഏതാണ്ട് റഫ് ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത്രയാണ് ഈ ഒരു വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സവിശേഷത. പിന്നെ നമ്മൾ ഈ ഒരു ബോണറ്റ് അത് നമ്മൾ അടയ്ക്കാൻ നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ വേണ്ടി പറ്റും, ഇതൊരു ഹൈഡ്രോളിക് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ബോണറ്റ് വരുന്നത്. ശരിക്കും നമ്മൾ കിയയുടെ വാഹനത്തിൽ, അതായത് കിയ സെൽറ്റോസിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു ഫീച്ചർ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫീച്ചേഴ്സ്, ഈ വാഹനത്തിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് എന്താ പറയുക, ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് സംബന്ധിച്ച കാര്യമാണ്. കാരണം ഓൾറെഡി ഇന്നിപ്പം ജനുവരി 26-നാണ് ഈ ഒരു വാഹനം അൺവീൽ ചെയ്തിരിക്കുന്നത്. ഇന്ന് മുതൽ തന്നെ ഈ വാഹനത്തിൻ്റെ പ്രീ ബുക്കിംഗ് റെനോയുടെ സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 21,000 രൂപ അഡ്വാൻസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ബുക്കിംഗ് റെനോ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കും ഇതിൻ്റെ ഒരു വില സംബന്ധിച്ച് വിവരമായിരിക്കും. ഇതിൻ്റെ ഒരു പ്രൈസ് ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല, അത് മാർച്ച് മാസത്തിലായിരിക്കും അനൗൺസ് ചെയ്യുന്നത്. അപ്പം റെനോയുടെ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ കണ്ട അതായത് ഈ ഒരു ലെജൻഡറി റെനോ ഡസ്റ്ററിൻ്റെ ഈ ഒരു തിരിച്ചുവരവിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ്, ഈ വാഹനത്തിൻ്റെ എന്താ പറയുന്നത് ഡിസൈന്, ഈ മെക്കാനിക്കൽ സവിശേഷത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈവ് വരുന്നത് വരും ദിവസങ്ങളിൽ ഈ വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വാഹനം സംബന്ധിച്ചൊരു കൂടുതൽ ഡീറ്റെയിൽസ്, ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഒരു റിവ്യൂ ആയിട്ട് നമ്മൾ എന്തായാലും നമ്മൾ എത്തുന്നതാണ്. സോ അതുവരേക്കും എന്താ പറയുന്നത് മൊത്തം, അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ വിപണിയിൽ എത്തുന്ന വാഹനങ്ങളുടെ, പുതിയ വാഹനങ്ങളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് മാതൃഭൂമി.comൻ്റെ ഓട്ടോ ഡ്രൈവ് സന്ദർശിക്കുക.